ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. നമുക്ക് ചുറ്റും നോക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഒരു കോമ്പറ്റീറ്റീവ് എൻവിറോൺമെന്റ് ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോമ്പറ്റീഷൻ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മളും നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആവേണ്ടത് അത്യാവശ്യമാണ്. സോ ഭാവിയിൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ കോഴ്സസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് മുന്നോടിയായി നമ്മളൊരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആൻഡ് ഓൾസോ ഈ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് അപ്പോൾ ഈ ഒരു ടഫ്നെസ് അല്ലെങ്കിൽ ഈ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കുറക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ചെറിയ ക്ലാസ് മുതലേ തന്നെ കൺസെപ്റ്റ് വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും എൻട്രൻസ് എക്സാം എന്നുള്ളത് വലിയൊരു കഷ്ടപ്പാടുള്ള ഒരു സംഭവമായി തീരൂല. അതിനു വേണ്ടിയിട്ട് സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫൗണ്ടേഷൻ ബാച്ചാണ് ഫാൽക്കൺ ബാച്ച്. മക്കളെ, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി ട്യൂഷനിൽ നിങ്ങളെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കൂടി സെറ്റ് ചെയ്യുകയാണ്. അതായത് ഭാവിയിൽ ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കാര്യങ്ങളുടെ ബേസിക്സ് നിങ്ങളിവിടെ പഠിക്കുകയാണ്. ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെ ഫൗണ്ടേഷൻ ഓരോ വർഷം പോകുന്നതനുസരിച്ച് സ്ട്രോങ്ങർ ആകുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു എൻട്രൻസ് എക്സാം, നിങ്ങളുടെ ഫ്യൂച്ചറിലെ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പല മക്കളും +1 +2 കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. സോ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എക്സാം ഡിഫിക്കൽട്ട് ആവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ ലെവൽ പഠിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഫൗണ്ടേഷൻ സെറ്റാക്കി കഴിഞ്ഞാൽ അനായാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫ്യൂച്ചറിൽ നിങ്ങളുടെ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിന് സഹായിക്കുന്ന ബാച്ച് തന്നെയാണ് ഈ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് മക്കൾ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നവരാരെങ്കിലും ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഫാൽക്കൺ ബാച്ചിൽ കാണാം. ബൈ.